മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. മട്ടന്നൂർ ഇരിട്ടി റൂട്ടിൽ വാഹനാപകടങ്ങൾ പതിവാകുന്നു. 2.5 വർഷത്തിനുള്ളിൽ 10-ലേറെ പേരാണ് മരണപ്പെട്ടത്. അപകടത്തിൽ നിരവധി പേർക്കാണ് പരിക്കേറ്റത്. റോഡ് മെക്കാഡൺ ടാറിംഗ് ചെയ്ത ശേഷമാണ് വാഹനാപകടങ്ങൾ വർദ്ധിച്ചത്. ബുധനാഴ്ച രാവിലെ ഉളിയിൽ പാലത്തിന് സമീപം കാറും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരായ 2 പേർ മരിക്കുകയും 2 പേർക്ക് പരിക്കേറ്റതുമാണ് അവസാനത്തെ അപകടം. ഇതേ സ്ഥലത്ത് വെച്ച് മാസങ്ങൾക്ക് മുൻപ് ലോറിയും കാറും കൂട്ടിയിടിച്ച് തലശ്ശേരി സ്വദേശികളായ 2 പേർ മരിച്ചിരുന്നു. മാസങ്ങൾക്ക് മുൻപ് 19-ാം മൈലിൽ ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ച സംഭവം ഉണ്ടായിരുന്നു. കാശിമുക്കിലും ചാവശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപവും സ്കൂട്ടറുകൾ അപകടത്തിൽപ്പെട്ട് സ്കൂട്ടി യാത്രക്കാരായ 2 പേർ മരിച്ചിരുന്നു. ഉളിയിൽ റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന സ്ത്രീ പിക്കപ്പ് ജീപ്പിടിച്ചും ചാവശ്ശേരിയിൽ പിക്കപ്പ് ജീപ്പിടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിക്കുകയും ചെയ്തു. ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് ഈ റോഡിൽ നടക്കുന്നത്. ഉളിയിൽ കുന്നിറക്കത്തിൽ ലോറികൾ തമ്മിൽ കൂട്ടിയിടിക്കുകയും അപകടത്തിൽപ്പെട്ട് റോഡരികിൽ നിർത്തിയിട്ട ലോറിക്ക് പിന്നിൽ ഓട്ടോറിക്ഷ ഇടിച്ച സംഭവം ഉണ്ടായി. ചാവശ്ശേരി, കാശിമുക്ക്, പഴയ പോസ്റ്റ് ഓഫീസ്, 21-ാം മൈൽ, കൂരൻമുക്ക്, പാലോട്ടുപള്ളി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കൂടുതലായും അപകടങ്ങൾ നടന്നത്. റോഡ് മികച്ചതായതോടെ വാഹനങ്ങളുടെ വേഗതയും ശ്രദ്ധക്കുറവും അപകടങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. അപകട മേഖലയായ പ്രദേശങ്ങളിൽ അപകടം ഒഴിവാക്കാനുള്ള ബോർഡുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ പൊതുമരാമത്ത് അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തലശ്ശേരി വളവുപാറ റോഡ് നവീകരിച്ചതിന് ശേഷം അപകടങ്ങൾ നിത്യ സംഭവങ്ങളായിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉളിയിൽ പ്രദേശത്ത് 2 ആളുകൾ ബസ്സും കാറും കൂട്ടിയിടിച്ച് 2 പേരും മരിക്കുന്ന അവസ്ഥയുണ്ടായി. ആ പ്രദേശത്ത് തന്നെ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ 5ഓളം ആളുകൾ മരണപ്പെടുകയുണ്ടായി. അതുപോലെ ഈ പ്രദേശങ്ങൾ പല ഭാഗങ്ങളിലും അപകടകരമായ വളവുകൾ, ഈ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് ഈ അപകടത്തിൻ്റെ ഒരു പ്രധാന കാരണം. അതുപോലെ തന്നെ നിർമ്മാണത്തിനപ്പുറം അതിൻ്റെ പരിപാലന രീതിയും അങ്ങേയറ്റം പരിതാപകരമാണ്. ഇപ്പോൾ ആവശ്യമായ സിഗ്നലുകളില്ല, പല പ്രദേശങ്ങളിലും ഓവുചാലുകളില്ല. ഇനി ഓവുചാലുകളുള്ള പ്രദേശങ്ങളിൽ കൃത്യമായി പരിപാലിക്കപ്പെടുന്നില്ല. അതുപോലെ ഒരു മഴ പെയ്താൽ കളറോട് പ്രദേശത്തൊക്കെ തന്നെ ചളി വെള്ളം കെട്ടി ആളുകൾക്ക് കാൽനടയാത്ര പോലും സാധിക്കാത്തൊരവസ്ഥ. സ്ട്രീറ്റ് ലൈറ്റുകളില്ല, ഉള്ള സ്ട്രീറ്റ് ലൈറ്റുകൾ തന്നെ പ്രവർത്തിക്കുന്നില്ല. ഈ ഒരു പോരായ്മ പരിഹരിക്കാനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ കുറക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്താനോ ആവശ്യമായ സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കാനോ അല്ലെങ്കിൽ സിഗ്നൽ ബോർഡുകൾ സ്ഥാപിക്കാനോ ഒന്നും തന്നെ അധികാരികൾ തയ്യാറാവുന്നില്ല എന്നുള്ളത് അങ്ങേയറ്റം പ്രതിഷേധകരമായിട്ടുള്ള കാര്യമാണ്. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ.